കണ്ണൂർ ഇരിക്കൂറിൽ മോഷണം നടന്ന വീട്ടിൽ നിന്ന് കാണാതായ ഹുൻസൂർ സ്വദേശിനി ദർശിത മൈസൂരുവിന് സമീപം സാലിഗ്രാമത്തിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. ഇരിക്കൂർ കല്യാട്ട് KC സുമതയുടെ മകൻ സുഭാഷിന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ട ദർശിത. സംഭവത്തിൽ ദർശിതയുടെ ആൺ സുഹൃത്തായ സിദ്ധരാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സാലിഗ്രാമത്തിലെ ലോഡ്ജ് മുറിയിൽ യുവതിയെ ആൺ സുഹൃത്ത് എങ്ങനെ കൊലപ്പെടുത്തി എന്നതിലടക്കം അവ്യക്തത തുടരുകയാണ്. സ്ഫോടക വസ്തു വായിൽ വെച്ച് പൊട്ടിച്ചോ വൈദ്യുതാഘാതമേൽപ്പിച്ചോ പ്രതി യുവതിയെ കൊലപ്പെടുത്തി എന്നതാണ് കർണാടക പോലീസിന്റെ പ്രാഥമിക നിഗമനം. മുഖമാകെ വികൃതമായ നിലയിലാണ് ഞായറാഴ്ച യുവതിയുടെ മൃതദേഹം ലോഡ്ജ് മുറിയിൽ കണ്ടെത്തിയത്. മോഷണത്തിന്റെയും കൊലപാതക വാർത്തയുടെയും ഞെട്ടലിലാണ് കല്യാട്ടെ നാട്ടുകാർ. മോഷണം നടത്തിയത് ആരെന്ന കാര്യത്തിൽ ഉത്തരം കിട്ടാനുണ്ട്. ദർശിത ക്രൂരമായി കൊല്ലപ്പെട്ടതിന്റെ കാരണത്തിലും വ്യക്തത വന്നില്ല. വിദേശത്തായിരുന്ന ദർശിതയുടെ ഭർത്താവ് സുഭാഷ് നാട്ടിലെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് സുമതയുടെ വീട്ടിൽ നിന്ന് 30 പവനും 5 ലക്ഷം രൂപയും മോഷണം പോയത്. അന്നേ ദിവസം 2 വയസ്സുള്ള മകളെയും കൂട്ടി ദർശിത കർണാടകയിലെ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. തുടർന്ന് മോഷണ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ മറുപടിയൊന്നും ലഭിച്ചില്ല. ഇതിനിടെയാണ് കുഞ്ഞിനെ സ്വന്തം വീട്ടിലാക്കി ദർശിത ആൺ സുഹൃത്തായ സിദ്ധരാജുവിനൊപ്പം സാലിഗ്രാമത്തിലേക്ക് പോയത്. പിന്നാലെ ദർശിതയെ ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ദർശിതയും സിദ്ധരാജുവും തമ്മിൽ കഴിഞ്ഞ 7 വർഷമായി അടുപ്പത്തിലാണെന്നാണ് കർണാടക പോലീസ് പറയുന്നത്. ദർശിതയുടെ വിവാഹശേഷവും ഇവരുടെ ബന്ധം തുടർന്നു. പെരിയപട്ടണ സ്വദേശിയായ സിദ്ധരാജു സ്വന്തമായി ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്നയാളാണ്. വെള്ളിയാഴ്ച ഹുൻസൂരിലെത്തിയ ദർശിതയെ ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞാണ് സിദ്ധരാജു സാലിഗ്രാമത്തിലേക്ക് കൊണ്ടുപോയതെന്നാണ് വിവരം. തുടർന്ന് ദമ്പതിമാരെന്ന വ്യാജേന ഇരുവരും ലോഡ്ജിൽ മുറിയെടുത്തു. ഇവിടെ വച്ച് തന്നെ വിവാഹം കഴിക്കാൻ സിദ്ധരാജു യുവതിയെ നിർബന്ധിച്ചെന്നും ഇതിന് വിസമ്മതിച്ചതോടെയാണ് പ്രതി യുവതിയെ കൊലപ്പെടുത്തിയതെന്നുമാണ് കർണാടക പോലീസിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ദർശിതയും സിദ്ധരാജുവും മുറിയെടുത്തതെന്ന് ലോഡ്ജ് മാനേജർ പറഞ്ഞു. കൂടെയുള്ളത് ഭാര്യയാണെന്നാണ് സിദ്ധരാജു പറഞ്ഞത്. പിന്നീട് സിദ്ധരാജു ഭക്ഷണം വാങ്ങാനായി പുറത്തുപോയി. അരമണിക്കൂറിന് ശേഷം ഒരു കവറുമായാണ് തിരിച്ചെത്തിയത്. ഇതിനു പിന്നാലെയാണ് മുറി അകത്തുനിന്ന് പൂട്ടിയിട്ടെന്ന് പറഞ്ഞ് സിദ്ധരാജു വന്നത്. തുടർന്ന് ജീവനക്കാർ ബലം പ്രയോഗിച്ച് വാതിൽ തുറന്നതോടെയാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടതെന്നും ലോഡ്ജ് മാനേജർ പറഞ്ഞു. മുറിയിൽ നിന്ന് സ്ഫോടന ശബ്ദമൊന്നും കേട്ടിരുന്നില്ലെന്നും മുറിക്കുള്ളിൽ വെടിമരുന്നിന്റെ അംശമൊന്നും കണ്ടില്ലെന്നും ലോഡ്ജ് മാനേജർ വ്യക്തമാക്കി. ലോഡ്ജ് മുറിയിൽ നിന്ന് 2 മീറ്ററോളം നീളമുള്ള വൈദ്യുത കേബിൾ കണ്ടെടുത്തിട്ടുണ്ട്. വൈദ്യുത കേബിൾ വായിൽ തിരുകി ഷോക്ക് അടിപ്പിച്ചോ അല്ലെങ്കിൽ ഡിറ്റനേറ്റർ ഉപയോഗിച്ച് സ്ഫോടക വസ്തു പൊട്ടിച്ചോ പ്രതി കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊലപാതകത്തിന് ശേഷം പ്രതി യുവതിയുടെ മൃതദേഹം തോളിൽ ചുമന്ന് ലോഡ്ജിൽ നിന്ന് കൊണ്ടുപോകാനും ശ്രമിച്ചിരുന്നു. ലോഡ്ജ് ജീവനക്കാർ ഇടപെട്ടാണ് പ്രതിയെ തടഞ്ഞു വച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. മോഷണ കേസിലും ദുരൂഹത തുടരുകയാണ്. 5 ലക്ഷം രൂപയും മോഷണം പോയ വീട്ടിലെ മകന്റെ ഭാര്യ ദർശിത കൊല്ലപ്പെട്ടതും മോഷണ കേസിലും ദുരൂഹത തുടരുന്നു. ചുങ്കസ്ഥാനത്തെ 5-ാം പുരയിൽ KC സുമതയുടെ വീട്ടിൽ കവർച്ച നടന്ന പരാതി ലഭിച്ചപ്പോൾ തന്നെ ഇരിട്ടി DYSP PK ധനഞ്ജയ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മകളുമായി കർണാടകയിലെ അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു. വീട്ടിൽ കവർച്ച നടന്നിട്ടുണ്ടെന്നും ഉടൻ തിരിച്ചു വരണമെന്നും ആവശ്യപ്പെട്ടു. ഞാൻ ഇപ്പോൾ തന്നെ മടങ്ങുകയാണെന്ന് പറഞ്ഞ ദർശിതയുടെ ഫോൺ ലൊക്കേഷൻ പിന്നീട് നോക്കിയപ്പോൾ ഹുൻസൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണെന്ന് വ്യക്തമായി. പിറ്റേ ദിവസം ഇരിക്കൂർ ഇൻസ്പെക്ടറുടെ ചുമതല വഹിക്കുന്ന കരിക്കോട്ടക്കരി ഇൻസ്പെക്ടർ KJ ബിനോയും സംഘവും ഹുൻസൂറിലേക്ക് പുറപ്പെട്ടു. ഹുൻസൂറിൽ നിന്ന് 60 കിലോമീറ്റർ അകലെ പോലീസ് സംഘം എത്തുമ്പോഴേക്കും കൊലപാതകം നടന്നു കഴിഞ്ഞിരുന്നു.